രാവിലെ തന്നെ ഷാനവാസ് അനീഷിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് അടുക്കളയിൽ ഷാനവാസും അനീഷും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് തൊട്ട് മുൻപായിട്ട് അനീഷിൻ്റെ താടിയൊക്കെ ഡ്രിം ചെയ്ത് കൊടുത്തത് ഷാനവാസാണ്. അപ്പോൾ അത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു, അനീഷിനും ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാവരും തന്നെ ഷാനവാസിൻ്റെ അടുത്ത് വന്ന് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ അനീഷ് ഒരു താങ്ക് യു പോലും ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് ഷാനവാസ് പറയുന്നു. അപ്പോൾ അനീഷ് ചോദിക്കുകയാണ്, അപ്പോൾ നീ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണോ നീ എനിക്ക് ചെയ്തു തരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, അതങ്ങനെയല്ല, എങ്കിലും നിൻ്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായില്ലല്ലോ. ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ച് വാങ്ങിച്ചതുപോലെയാണല്ലോ, ഞാൻ കുറച്ചു നേരം മുൻപ് ചോദിച്ചപ്പോഴല്ലേ നീ പറഞ്ഞത്, അല്ലാതെ നീ സ്വയമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് ഷാനവാസിന് ഒരു നന്ദി പറഞ്ഞിട്ട് അടുത്ത ആഴ്ചയിലും ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഷാനവാസിനോട് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയാണ്, അടുത്ത ആഴ്ച ഞാനിത് ചെയ്തു തരണോ വേണ്ടോ എന്ന് നിൻ്റെ ഈ ആഴ്ചത്തെ പ്രകടനം പോലെ ഇരിക്കും. ഈ ആഴ്ച നിൻ്റെ സ്വഭാവം നല്ല മോശമാണെങ്കിൽ നിൻ്റെ മീശ ഞാനങ്ങ് എടുക്കും, നീ പിന്നെ ഇതിലെ മീശ ഇല്ലാതെ നടക്കുമെന്ന് ഷാനവാസിൻ്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇതിനെ തിരിച്ച് ഭീഷണിപ്പെടുത്താൻ പോകുന്നില്ല, കാരണം എൻ്റെ ഡ്രിമ്മറില്ല. അതുപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട്, ഞാൻ തിരിച്ച് ഷാനവാസിനെ ഭീഷണിപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എൻ്റെ ഡ്രിമ്മറില്ല, രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ കിടക്കും. ഞാൻ കിടക്കുന്ന സമയത്തെങ്ങാനും നീ വന്ന് എൻ്റെ മീശ എങ്ങാനും എടുത്തിട്ട് പോയാലോ, അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കൊന്നുമില്ല, ചെയ്തു തന്നാൽ ഉപകാരം എന്നുള്ള രീതിയിലാണ് അനീഷ് പറയുന്നുണ്ട്. എന്തായാലും ഇട ദിവസങ്ങളിൽ ഇവർ വഴക്കുണ്ടാക്കിയാലും വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം എല്ലാവരും തന്നെ വീണ്ടും ഒന്നിക്കാറുണ്ട്. അത് സ്ഥിരം കാഴ്ചയാണ്. എന്തായാലും ഇന്ന് വീക്കിലി നോമിനേഷൻസ് ആണ് വീട്ടിൽ നടക്കാൻ പോകുന്നത്. ആരൊക്കെ നോമിനേറ്റ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.